നേരത്തെ ഉപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇറച്ചി ഇടാതെ തന്നെയും ഇതിങ്ങനെ കഴിക്കാനും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് എണ്ണ ആയാലും മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് എണ്ണ ആയാലും നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ അത് വേറൊരു ടേസ്റ്റായി മാറും. എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇതുപോലെ വറുത്ത് വെച്ചിരുന്ന് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 2 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ചിക്കൻ കറിയും വെക്കണം, ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കണം. ഒരു വെടിക്ക് 2 പക്ഷികളെന്ന് പറഞ്ഞ കണക്ക് വലിയ ജോലിയൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രണ്ടും കൂടെ വലിയ പാടല്ലയോന്ന്. ഒരു പാടുമില്ല, രണ്ടും ഒരുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനൊരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ അതും കൂടെ 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് എല്ലാം കൂടെ അതിലേക്ക് തന്നെ 4 ടേബിൾ സ്പൂണോളം വരും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നമുക്ക് അത്രയും വേണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്കത് ആവശ്യം വരും. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചിക്കൻ മസാല പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഈ വെളിച്ചെണ്ണ എല്ലാം കൂടെ നമുക്കിത് മൊത്തത്തിൽ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്കിത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കാര്യം നമ്മൾ ഇറച്ചി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം പരുവാകും. അങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ 2 കിലോ കോഴി ഇറച്ചിയാണ് എടുത്തേക്കുന്നത്. ഈ ഇറച്ചി കഴുകി ഊറ്റി ഇവിടെ വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഇറച്ചി എല്ലാം കൂടെ നമുക്ക് ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഇറച്ചി കഴുകുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി ഒരു ടിപ്സും കൂടെ പറഞ്ഞു തരാം. അത് നിങ്ങൾ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എത്തുമ്പോഴത്തേക്ക് ലാസ്റ്റ് കുറച്ച് വിനാഗിരിയോ നാരങ്ങാനീരോ ഒഴിച്ച് വെച്ചിരുന്ന ഇതിൻ്റെ ആ ഇറച്ചിയുടെ ഒരുപാട് ആളുകൾ കോഴി ഇറച്ചി ഇഷ്ടമാണ്, പക്ഷേ കഴിക്കത്തില്ല. അവർ പറയുന്നത് അതിനൊരു പ്രത്യേക സ്മെല്ലെന്നാണ് പറയുന്നത്. ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ ഇതുപോലെ വിനാഗിരിയും നാരങ്ങാനീരും കൂടെ ഒഴിച്ച് വെച്ചിരുന്നാൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ കണ്ടിക്കുമ്പം നമ്മൾ സോപ്പിട്ട് കഴുകിയാലൊന്നും നമ്മുടെ കയ്യിലെ സ്മെല്ല് മാറില്ല. അപ്പം നമ്മൾ എന്താ വേണം, നമ്മളെ സ്മെല്ല് മാറാൻ വേണ്ടി നമ്മളൊരു ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് നമ്മളെ കയ്യിലൊന്നിട്ടൊന്ന് പുരട്ടിയിട്ട് നിങ്ങൾ സോപ്പിട്ട് ആ കൈയൊന്ന് കഴുകി നോക്ക്. അന്നേരം മാറി കിട്ടും ആ സ്മെല്ല്. അരപ്പെല്ലാം ഇതുപോലെ പുരട്ടി എത്തിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പം കറിക്കും കൂടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് ചേർത്തിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിലും കൂട്ടി നമുക്കൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. ഈ അരപ്പെല്ലാം കൂടുതലുണ്ട്. ഈ അരപ്പെല്ലാം നമുക്ക് ഇനി ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇത് നമ്മുടെ വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ബാക്കി ബാലൻസ് അരപ്പ് ഇതിനകത്ത് വേണം. എങ്കിലേ നമ്മുടെ 2 പരിപാടിയും മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് നമ്മളൊരു അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഇരുമ്പിയട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ഇറച്ചി ഫ്രൈ എപ്പോഴും ചെയ്യാൻ നേരം എപ്പം ഫ്രൈ ചെയ്യാനെടുത്താലും നമ്മൾ എണ്ണ തിളയ്ക്കുമ്പം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മാത്രമേ നമ്മൾ ഈ ചിക്കൻ പറക്കി അങ്ങോട്ട് ഇടാവൂ. എങ്കിലേ അതിന് നല്ലൊരു സ്മെല്ലടിക്കത്തുള്ളൂ. നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയാൽ സ്മെല്ലടിക്കുന്നുണ്ടല്ലേ. ആദ്യം നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഇറച്ചി ഇട്ട് കൊടുക്കാൻ. ഒരു വശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഇറച്ചിയൊക്കെ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ ഒരുപാട് കൂട്ടിയിട്ട് വറുക്കാൻ നിൽക്കരുത്. തീ ഒരു മീഡിയം സൈസിലിട്ടിട്ട് വേണം വറുത്തെടുക്കേണ്ടതുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒന്നേ അത് കരിഞ്ഞോ ഇല്ലെങ്കിൽ വേവത്തില്ല. എന്നിട്ട് നമ്മളിതെല്ലാം കോരി എടുക്കുമ്പം അതിനകത്ത് കിടക്കുന്ന ആ പൊടി എല്ലാം നല്ലതുപോലെ കോരി മാറ്റിയിട്ട് വേണം നമ്മൾ അടുത്ത ഇറച്ചി ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് കിടന്ന് ഒരുമാതിരി കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ഇറച്ചി മൊത്തം നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വറുത്ത് കോരി കറി വെക്കാനുള്ളതും എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് 2 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാളയും കൂടി ഇതിനകത്തോട്ടൊന്നിട്ട് മൂപ്പിക്കാം. നമ്മൾ ഇത് നേരത്തെ വറുക്കുമ്പോൾ നേരത്തെ ഉപ്പിട്ട് കൊടുക്കരുത്, പിന്നീടായിരിക്കണം ഉപ്പിട്ട് കൊടുക്കേണ്ടതുള്ളത്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വേറെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചപ്പം അത് കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഗ്രേവിയുടെ അനുസരിച്ച് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ആ ഉള്ളിയും കൂടെ നമ്മൾ ഗ്രേവി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണല്ലോ. എനിക്ക് ഇച്ചിരി കൂടുതൽ വേണം. ഞാൻ വലുതായിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നുമില്ല. എനിക്കിത് കാപ്പിക്കുള്ള കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി കുറച്ച് തോനെ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇതെല്ലാം നമ്മൾ മൂപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്. ഉപ്പിട്ട് കൊടുത്താൽ ഇത് വെന്തു പോകും. ഇത് നമുക്ക് ഇപ്പോഴേ വെന്തുകൂടാ. ഇത് നമുക്ക് ഇതിനകത്തൊന്നും മൊരിയിക്കണം. നമുക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അത് വെന്തോട്ടെ, കുഴപ്പമില്ല. ഇനി ഇത് വേവാൻ വേണ്ടി നമുക്കിതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് വെന്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേവും. അതിനാണ് നമ്മൾ നേരത്തെ ഉപ്പിടരുതെന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി നമ്മൾ അരപ്പൊച്ചിരി കൂടുതൽ എടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ അത് പൊരിച്ചൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി മസാല ഒക്കെ അതിനകത്ത് തോനെ ഉണ്ടായിരുന്നു. ആ മസാല കൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന മസാല പൊടിയും മുളക് പൊടിയും കുരുമുളകും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. അതിൽ മല്ലിപ്പൊടി ഇല്ലല്ലേ. അപ്പം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇറച്ചി ഇടാതെ തന്നെയും ഇതിങ്ങനെ കഴിക്കാനും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് എണ്ണയായാലും മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് എണ്ണ ആയാലും നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് തക്കാളി, ഒരു 3-4 തക്കാളി ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി ഇച്ചിരി കൂടെ ഉപ്പും ഇട്ട് കൊടുത്ത് അതും നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ചിക്കൻ കൂടുതലുണ്ട്, നമ്മൾ ചിക്കൻ ബാക്കി ഇട്ട് കൊടുത്ത് ഇത് നമ്മളിത് കറിയാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഒരുപാട് ലൂസായിട്ടുള്ളതൊന്നും വേണ്ട. ഇങ്ങനെ ഈ പരുവത്തിലൊക്കെ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എത്ര ലൂസാവണോ അതനുസരിച്ചുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ അത് വേറൊരു ടേസ്റ്റായി മാറും. എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇതുപോലെ വറുത്ത് വെച്ചിരുന്ന് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് നമുക്കിനി മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തണം. നിങ്ങൾ ഇത്രയും കാര്യം ഇതിൽ നിന്നൊന്നും അറിഞ്ഞിരുന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ചിക്കൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് രീതിയിലോട്ട് വേണമെങ്കിലും ഇത് മാറ്റിയും മറിച്ചും ഒക്കെ എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അവർക്കും ഉപകാരമാകട്ടെ.